ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചിക്കൻ ജഹാപ്പനയാണ്. അപ്പോൾ ചിക്കൻ ജഹാപ്പന എന്ന് പറയുന്നത് ഒരു മുഗളൈ ഡിഷാണ്. ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് വളരെ ക്രീമി ആയിരിക്കും. അതുപോലെ വളരെ റിച്ച് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമുക്ക് എന്തെങ്കിലും നല്ലൊരു ഫങ്ഷൻസിനോ അല്ലെങ്കിൽ എന്തെങ്കിലും സെലിബ്രേഷൻസൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ, ഗസ്റ്റിനൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ റെസിപ്പിയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞ് നന്നായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലോട് കൂടിയുള്ള ചിക്കൻ നമുക്ക് എടുക്കാവുന്നതാണ്. കറി കട്ടായിട്ട് പീസ് ചെയ്തിരിക്കുന്ന പീസായിരിക്കണം എടുക്കേണ്ടത്. അതുപോലെ 2 ടീസ്പൂൺ കസൂരിമേത്തി നമുക്കിന്ന് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതുപോലെ തന്നെ നല്ല കട്ട തൈര്, 1 കപ്പ് തൈരും കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. നന്നായിട്ട് കൈകൊണ്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. കൈകൊണ്ട് ഇളക്കി നന്നായിട്ട് മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സമയമുണ്ടെങ്കിൽ 2 മണിക്കൂറെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഒരു കടായി അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം, ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട, 5-6 ഏലക്ക, അതുപോലെ 1 ടീസ്പൂൺ മല്ലി എല്ലാം കൊണ്ടിട്ട് നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിന് വേണ്ടുന്ന ചിക്കൻ ജഹാപ്പനയ്ക്ക് വേണ്ടുന്ന മസാലയാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. ഇത് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അതേ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 1 സവോള ഇതുപോലെ ഒന്ന് റഫായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ കൂട്ടത്തിൽ പച്ചമുളക്, നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേണ്ടത് കാഷ്യൂനട്ടാണ്. നമ്മൾ സ്പ്ലിറ്റായിട്ടുള്ള കാഷ്യൂനട്ടാണ് എടുക്കുന്നതെങ്കിൽ ഒരു 10-20 കാഷ്യൂനട്ട് എടുക്കുക. അല്ലെങ്കിൽ ഹോളായിട്ടുള്ളതാണെങ്കിൽ ഒരു 10 എടുത്താൽ മതിയാകും. അതിൻ്റെ കൂടെ 1/2 കപ്പ് പാലും കൂടെ ഒഴിച്ച് നമുക്ക് ഇതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഞാനിവിടെ 2 സവോള കനം കുറച്ച് ഇതുവരെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ പ്രിപ്പറേഷൻസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. ചിക്കൻ ജഹാപ്പന ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു കടായി വെച്ച് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് 1/2 കപ്പ് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഓയിലോ അല്ലെങ്കിൽ ഗീയോ ആണെങ്കിൽ നമുക്ക് എടുക്കാം, നെയ്യോ നമുക്ക് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഉള്ളി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളി ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം. ഉള്ളിയിടിപ്പോൾ ഇവിടെ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ വേണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും കൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളിയുടെയും മുളകിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് കളർ ഇച്ചിരി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന, ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മസാല നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് കൊടുത്ത് വീണ്ടും നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 5-8 മിനിറ്റ് നമുക്കിത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കണം. അതിനുശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടിൻ്റെ പേസ്റ്റും കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കൂട്ടി ഇളക്കി യോജിപ്പിക്കാം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും നമുക്ക് അല്പസമയം കൂടി ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി എഴുതി അറിയിക്കാനും മറക്കരുത്. ഒരു 80% കുക്കായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് തുറന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് ഒരു 2 ടീസ്പൂൺ ക്രീം നമുക്ക് ചേർത്ത് കൊടുക്കാം. അമൂലിൻ്റെ ഫ്രഷ് ക്രീം നമ്മൾ മേടിക്കാൻ കിട്ടുന്നുണ്ട്. അത് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ തന്നെ നമ്മളുണ്ടാക്കുന്ന പാലിൻ്റെ മുകളിൽ കെട്ടി നിൽക്കുന്ന പാട എടുത്തിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അത് വേണമെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഫ്രഷ് ക്രീം
മേടിക്കാൻ കിട്ടുന്നത്, മാർക്കറ്റിൽ കിട്ടുന്നത് മേടിച്ചിട്ടാണെങ്കിലും അതിൽ 2 ടേബിൾ സ്പൂൺ നമുക്ക് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് വീണ്ടും നമുക്കൊരു ബാക്കി ചിക്കൻ കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മളുടെ ചിക്കൻ ജഹാപ്പന ഓൾറെഡി വെന്തിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. നമ്മുടെ നാനിൻ്റെ കൂടെയോ, ഞാനൊരു സ്പെഷ്യൽ നാൻ കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഷീർമാൽ നാൻ എന്ന് പറയുന്ന ഒരു നാൻ കൂടി ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ പുറകെ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എന്നും ഞാനെന്നും പ്രതീക്ഷിക്കുന്നു. അവസാനം നമുക്കതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഒന്ന് അരിഞ്ഞു കൊടുത്ത് നമുക്ക് ചൂടോടുകൂടി തന്നെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ.